യുദ്ധം 19 ദിവസം പിന്നിടുമ്പോൾ ഒരിഞ്ചു പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഒരാഴ്ച മാത്രം മതിയെന്നും അതിനുള്ളിൽ ഇറാനെ പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇപ്പോൾ മറുപടിയില്ല. ശക്തമായ മിസൈൽ വർഷങ്ങളും ബോംബ് ആക്രമണങ്ങളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം കണക്കിന് മറുപടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അല്പം പിന്നാക്കം മാറി നിന്ന ഇറാൻ ഇന്ന് തിരിച്ചടിക്കുമ്പോൾ ശക്തമായ പിന്തുണയുമായി ചൈനയും റഷ്യയുമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇറാന് പൊരുതാനുള്ള ഊർജം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ചില സുപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. കനത്ത നാശനഷ്ടമാണ് ഇറാനുണ്ടായത്. എന്നാൽ മണിക്കൂർ 48 തികയും മുൻപ് തന്നെ ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻ ഗുരിയിൽ അന്താരാഷ്ട്ര എയർപോർട്ടിന് നേരെയാണ് ഇറാന്റെ വമ്പൻ മിസൈൽ ആക്രമണം നടത്തിയത്. വിമാനത്താവളത്തിന്റെ സുപ്രധാന ഏരിയകൾ തകർന്ന് തരിപ്പണമായെന്ന് കാണാൻ സാധിക്കും. സംഭവത്തിൽ 3 സ്വകാര്യ വിമാനങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ പ്രതിരോധ സംവിധാനം തകർത്ത ഇറാൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വിമാനങ്ങൾക്ക് മുകളിൽ പതിച്ചാണ് ഇത്രയും വലിയ അപകടമുണ്ടായതെന്നാണ് ഇസ്രയേൽ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന 3 ആഡംബര സ്വകാര്യ വിമാനങ്ങൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. മിസൈൽ ചില്ലുകൾ പതിച്ച് വിമാനങ്ങളുടെ പുറംഭാഗത്തിനും എഞ്ചിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിമാനങ്ങളുടെ ഉടമസ്ഥർ ആരാണെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇക്കാര്യം ഇസ്രയേലും അമേരിക്കയും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയതു മുതൽ ബെൻഗുരിയിൽ വിമാനത്താവളം വഴിയുള്ള വാണിജ്യ വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ വിദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇസ്രയേൽ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള പ്രത്യേക വിമാനങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. വാണിജ്യ സർവീസുകൾ നിർത്തിയെങ്കിലും ഇസ്രയേൽ അമേരിക്കൻ സൈന്യങ്ങൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്കായി ബെൻഗുരിയൻ വിമാനത്താവളത്തെയാണ് ആശ്രയിക്കുന്നത്. ഇതാണ് വിമാനത്താവളത്തെ ലക്ഷ്യം വെക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെൽ അവീവിലെ ലക്ഷ്യം വെച്ച് ഇറാൻ അതിശക്തമായ മിസൈൽ വർഷമാണ് നടത്തുന്നത്. സവിദോർ റെയിൽവേ സ്റ്റേഷന് പിന്നാലെ വിമാനത്താവളത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇസ്രയേലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനം ഭൂരിഭാഗം മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതായി അവകാശപ്പെടുമ്പോഴും അവയുടെ അവശിഷ്ടങ്ങൾ താഴെ പതിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങളും സമ്മതിക്കുന്നുണ്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷം 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. 2000-ലധികം അത്യാധുനിക മറൈൻ സൈനികരുമായി US യുദ്ധക്കപ്പൽ USS ട്രിപ്പോളി പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സിംഗപ്പൂരിന് സമീപമുള്ള മലാക്ക കടലിടുക്കിലൂടെ കപ്പൽ കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ മറൈൻ ട്രാക്കിൽ ഡാറ്റ പുറത്തുവിടുന്നുണ്ട്. ജപ്പാനിലെ ഒക്കിനാവിൽ നിന്ന് പുറപ്പെട്ട 31ാം മറൈൻ എക്സ്പെഡീഷണറി യൂണിറ്റിലെ 2500ഓളം കമാൻഡോകളാണ് കപ്പലിലുള്ളത്. ഒരു ചെറിയ വിമാനവാഹിനി കപ്പലിന് തുല്യമായ പ്രഹരശേഷിയുള്ള USS ട്രിപ്പോളിയിൽ അത്യാധുനിക F-35 stealth വിമാനങ്ങളും V-22 ഓസ്പ്രേ വിമാനങ്ങളുമുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും കടലിൽ നിന്ന് കരയിലേക്ക് മിന്നൽ ആക്രമണങ്ങൾ നടത്താൻ ഈ മറൈൻ യൂണിറ്റിന് സാധിക്കുമെന്നതാണ് പ്രത്യേകതയായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സേന ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് പെന്റഗൺ ഈ പുതിയ നീക്കം നടത്തിയത്. മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സേനാ വിന്യാസം എന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. നിലവിൽ 50,000-ഓളം അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിലുണ്ട്. ട്രിപ്പോളി കൂടി എത്തുന്നതോടെ അമേരിക്കയുടെ പ്രഹരശേഷി ഇരട്ടിയാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അതിനിടയിലാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വിമാനത്താവളത്തിന് നേരെ ആക്രമണവുമായി ഇറാൻ പിന്നോട്ടില്ലെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നത്.